Hi all, my name is Ainsley and you're welcome to Way to Study Table. Today we are going to discuss the learning excellence records of Standard 6 English, all the activity cards from 1 to 17. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് 1 തൊട്ട് 17 വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ കാണുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓരോ ആക്ടിവിറ്റീസും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് അത് പതിയെ ചെയ്യാൻ വേണം ശ്രമിക്കാൻ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് വൺ. ഇവിടെ നോക്കി നമുക്ക് ഫസ്റ്റ് വൺ എന്താ കൊടുത്തിരിക്കുന്നത്? മീറ്റ് മൈ ഫാമിലി, എൻ്റെ കുടുംബത്തെ കാണും. നോക്കി കുടുംബത്തിൽ ആരൊക്കെയുള്ളത് ഇവിടെ നോക്കി നമുക്ക് അതിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ ഫാമിലി ട്രീ ഉണ്ടല്ലേ? ഫാമിലി ട്രീയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഫില്ല് ചെയ്യണം. ഈ ഫാമിലി ട്രീ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആ അപ്പൂപ്പന്റെ പേര്, അമ്മൂമ്മയുടെ പേര്, ഓക്കെ, അതെല്ലാം നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കണം. ഓക്കെ, വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഗ്രാൻഡ് പയും ഗ്രാൻഡ് മയും കുറിച്ചാണ് ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, നോക്കി ഗ്രാൻഡ് ഫാദറിന്റെ നെയിം എന്താണ്? രവി എന്നാണ്. അതേപോലെ അമ്മൂമ്മയുടെ നെയിം എന്താണ്? ഷീല എന്നാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത് തന്നെ ഞാൻ ഇവിടെ എഴുതിയത് രവിയും ലീലയും. ഇനി നോക്കി എന്താ കൊടുത്തിരിക്കുന്നത്? മൈ മദർ റീജ ഇസ് ഹർ എൽഡസ്റ്റ് ഡോട്ടർ, അതായത് അവരുടെ ഏറ്റവും മൂത്ത മകൾ ആരാണ്? എൻ്റെ അമ്മ റീജ. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ ഇതാണല്ലോ അല്ലെ, മീ എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇതാണ് റീജ അല്ലെ. അതേപോലെ ഇനി എൻ്റെ അച്ഛന്റെ പേര് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി, സജീവ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് അല്ലെ. അതല്ലേ ഇവിടെ നോക്കി ഇവിടെ ബ്രദറും ഇവിടെ ഒരു സിസ്റ്ററും ഇല്ല അല്ലെ. ബ്രദറിന്റെ പേര് നോക്കി എന്താ കൊടുത്തിരിക്കുന്നത്? ശ്രീധർ എന്ന് കൊടുത്തിട്ടുണ്ട്. സിസ്റ്ററിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യും? സിസ്റ്ററിന്റെ പേര് അതുപോലെ റാണി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അങ്കിളിന്റെ പേര്, അങ്കിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഈ അപ്പൂപ്പന്റെ അമ്മൂമ്മയ്ക്ക് 2 മക്കളാണ് ഉള്ളത്. ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ അങ്കിളും. ഓക്കെ, അങ്കിളുടെ പേരാണ് അടുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? യെസ്, നമുക്ക് കൊടുത്തിട്ടുണ്ട് രമേശ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്കിളുടെ വൈഫ് ഉണ്ട്. അങ്കിളുടെ വൈഫിന്റെ പേര് ഷീല. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഷീലയാണ്. അവരുടെ ഒരു മകളാണ് ആര്? ഷലീന. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഡീറ്റെയിൽ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ഫസ്റ്റ് വൺ കണ്ടല്ലോ, അതുപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സെക്കൻഡ് വൺ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ പേരും നമ്മുടെ റിലേഷൻഷിപ്പ്, ഏജ്, ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ ഇതുപോലെ തയ്യാറാക്കണം. ഓക്കെ, ഇപ്പൊ നോക്കി ഞാൻ എക്സ്ട്രാ ഒരു കോളം കൂടി വെച്ച് ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ നെയിം, ആ ആളുടെ പേരാണ് നമ്മൾ ഈ ഏറ്റവും ടോപ്പിൽ എഴുതേണ്ടത്. റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അവരുടെ പ്രായം, പിന്നെ വാട്ട് ഡസ് ഷീ ഓർ ഹി ഡു, എന്താണ് അവർ ചെയ്യുന്നത്, വാട്ട് ആർ ദ ഇൻട്രസ്റ്റഡ് ഇൻ, അവർക്ക് എന്തിലാണ് താല്പര്യം, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓൺ അബൌട്ട് ഹിം ഓർ ഹർ, നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്താണ് തോന്നുന്നത്. ഓക്കെ, സോ ആദ്യം ഞാൻ ഇപ്പം ഒരു കുട്ടി എഴുതുക. ഓക്കെ, ഇപ്പം നിങ്ങളാണ് എഴുതുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ പേര് വേണം നിങ്ങൾ ആദ്യം എഴുതാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും എഴുതാം, അമ്മയുടെ പേര് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോ നോക്കി, ഞാനിപ്പോ എന്ത് എഴുതി? ആ കുട്ടിയുടെ അച്ഛന്റെ പേര് എഴുതി, കുട്ടിയുടെ അമ്മ, പിന്നെന്താ, കുട്ടിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. ഇനി ബ്രദർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്രദറിന് എഴുതിയിട്ട് ബ്രദറിന്റെ പേര് എഴുതണം. ഓക്കെ, ഇനി ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരും എഴുതണം. ഓക്കെ, സോ കുട്ടിയുടെ അച്ഛന് എത്ര പ്രായമുണ്ട്? 34, അമ്മയ്ക്ക് 30, അതുപോലെ സിസ്റ്ററിന് 4 years ആണ്, ഗ്രാൻഡ് ഫാദറിന് 61, 56. നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് എഴുതണം. ഓക്കെ, സോ ഇനി നിങ്ങൾ എഴുതേണ്ടത് എന്താ? നെക്സ്റ്റ് കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അച്ഛൻ്റെ ജോലി ഇവിടെ എഴുതുക, അമ്മയുടെ ജോലി ഇവിടെ എഴുതുക, സിസ്റ്റർ എന്തിനാണ് പഠിക്കുന്നത് അത് എഴുതുക, അല്ലെങ്കിൽ സിസ്റ്റർ ജോലി ചെയ്യുകയാണെങ്കിൽ അത് അവിടെ എഴുതുക, ബ്രദർ ആണെങ്കിലും അത് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, ഇനി അപ്പൂപ്പൻ എന്താ ചെയ്യുന്നത്? അപ്പൂപ്പൻ എന്തെങ്കിലും കൃഷി കാര്യങ്ങളോ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. അമ്മൂമ്മ എന്താണ്? അമ്മൂമ്മ ഹൗസ് വൈഫ് ആണോ, അതിൽ എന്തെങ്കിലും റിട്ടയർഡ് ആണോ എന്ന് നിങ്ങൾക്ക് അവിടെ ചേർക്കാം. ഓക്കെ, ഇനി അവിടെ താല്പര്യങ്ങൾ. ഓക്കെ, അച്ഛന്റെ താല്പര്യം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രാവലിംഗ്, റീഡിങ്. നിങ്ങളുടെ അച്ഛന്റെ എന്താണോ താല്പര്യം അത് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം. ഓക്കെ, അതുപോലെ അമ്മയുടെ താല്പര്യങ്ങൾ ഇവിടെ എഴുതാം. പിന്നെ നിങ്ങളുടെ സിസ്റ്ററിന് എന്തിലാണ് ഇഷ്ടം കൂടുതൽ, എന്തിലാണ് ഇൻട്രസ്റ്റ്, അത് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം. അപ്പൂപ്പനും അമ്മൂമ്മയുടെ അവരുടെ ഇൻട്രസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയ ലാസ്റ്റ് കോളത്തിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്താ, അവർ എങ്ങനത്തെ ടൈപ്പ് ആളുകളാണ്. യെസ്, അച്ഛൻ ഒത്തിരി ലവിങ് ആണ്, അമ്മ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് പക്ഷെ കെയറിങ് ആണ്. ഇനി എൻ്റെ സിസ്റ്റർ എങ്ങനെയാണ്? എൻ്റെ സിസ്റ്റർ ലവ്ലി ആണ്, അതേസമയം ഭയങ്കര നോട്ടിയും കൂടിയാണ്, കുസൃതിയാണ്. അപ്പൂപ്പൻ എങ്ങനെയാണ്? കെയറിങ്ങും ഹെൽപ്പിങ്ങും ലവിങ്ങും ആണ്. അമ്മൂമ്മ നല്ല ലവിങ്ങും കെയറിങ്ങും ആണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കൂടി ചേർത്താണ് നമ്മൾ ഇത് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നോക്കി ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഓക്കെ, ഓരോരുത്തരെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അതെങ്ങനെ എഴുതും? നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ കണ്ടല്ലോ, അത് വെച്ച് നോക്കി അത് നിങ്ങൾക്കൊരു നല്ലൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കി നമുക്ക് മാക്സിമം ചെയ്യാം. ഓക്കെ,
ഇപ്പൊ ഞാൻ നോക്കി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഇതിനെ വെച്ച് ഈ ഒരു ടേബിളിനെ വെച്ച് എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, മൈ ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ ലിവ്സ് ഇൻ, സ്ഥലത്തിന്റെ പേര് എഴുതുക. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. 61 years old ആണ്. അദ്ദേഹത്തിന് ഫാം ഉണ്ട്, അവിടെ മൃഗങ്ങളുണ്ട്. പിന്നെ അമ്മൂമ്മയുടെ പേര് ശൈലജയാണ്. ഷീ ഈസ് വെരി ലവിങ് ആൻഡ് കെയറിങ്. ഓക്കെ, ഈ ഇത്രയും കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നോക്കി ഞാൻ എൻ്റെ അപ്പനെ കുറിച്ച് എഴുതുകയാണ്. ഓക്കെ, അപ്പന്റെ പേര് എന്താണ്? കുട്ടിയുടെ അപ്പന്റെ പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫാദർ പ്രിൻസ് ഈസ് ദ എൽഡർ സൺ. മൂത്ത മകനാണ്. അപ്പൂപ്പിന്റെ മൂത്ത മകനാര? പ്രിൻസ് ആണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതുക അമ്മയെ കുറിച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതി ചേർക്കുക? സിസ്റ്ററിനെ കുറിച്ച് എഴുതുക. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റർ ആണോ ബ്രദർ ആണോ ഉള്ളത്? നിങ്ങളുടെ സിസ്റ്റർ എങ്ങനെയാണ്? നിങ്ങളുടെ ബ്രദർ എങ്ങനെയാണ്? നിങ്ങളുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ പേരെന്താണ്? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. എന്താണ് നിങ്ങളുടെ സിസ്റ്ററിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിന് ഇഷ്ടം? ആ താല്പര്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കാം. ഇത്രയേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സോ ഇവിടെ നോക്കി ആക്ടിവിറ്റി 3 നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് റീഡ് മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഈ ഒരു ഫുൾ ഇത്ര നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ ഇത്രയും വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നമുക്കിപ്പോൾ അതിലോട്ട് കടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ മീനിങ്സ് അർത്ഥം അറിയാം അല്ലേ? സോ അത് വെച്ച് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനോട് ചേരുന്നത് എന്താണോ ബിയിലുള്ളത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? മാച്ച് ചെയ്ത് എഴുതുക. ഓക്കെ, ഞാനിവിടെ എഴുതിയിട്ടില്ല, ഞാൻ അതിനുപകരം ലൈൻസ് ആണ് ഡ്രോ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കോളത്തിൽ എഴുതുക. ഓക്കെ, സോ നോക്കി ഫസ്റ്റ് വൺ, ദുർഗ ആസ്ക്ഡ് അപ്പു ടു വൈപ്പ് അവേ ദ ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ ഹിസ് മൗത്ത്. ഇതിനോട് ചേരുന്ന എന്താണ്? യെസ്, ദുർഗ എന്താ പറയുന്നത്? മുഖത്തുള്ള ഉപ്പിന്റെ ആ ഒരു അംശമെല്ലാം തുടച്ചു മാറ്റാൻ പറയുന്നത് അല്ലെ? വൈപ്പ് ദം അവേ അല്ലെ? അപ്പം സെയിം ആണല്ലോ, സെയിം ആശയമാണ്. രണ്ടാമത്തെ ആശയം വരുന്നത് എന്താണ്? there are a lot of budding mangoes in the tree beside the pond. ഇതേ ആശയം വരുന്ന സെന്റൻസ് ഏതാണ്? ഇവിടെ ഉണ്ട് അല്ലേ? you know that tree by the pond there is lots and lots of budding mangoes that will fall off in the afternoon. ഓക്കെ, സെയിം വാക്കുകളുള്ള സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇവിടെ നോക്കി വൈപ്പ് അവേ ഉണ്ടായിരുന്നു, ഇവിടെയും വൈപ്പ് അവേ ഉണ്ടായിരുന്നു. ഇവിടെ ബഡിങ് മാംഗോസും പോണ്ടും ഒക്കെ ഉണ്ട്, അതേപോലത്തെ സെന്റൻസ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കേ, അപ്പു ആസ്ക്ഡ് ദീദി where she got the mangoes from. അപ്പു ചോദിച്ചു ദീദിയോട് എവിടെ നിന്നാണ് മാങ്ങകൾ കിട്ടിയത്. ഓക്കെ, സോ ആ സെയിം അർത്ഥം വരുന്ന സെന്റൻസ് വേറെ ഏതുണ്ട്? where did you get from this? ദീദി, ഇത് എവിടെ നിന്ന് കിട്ടി ചേച്ചി. അപ്പൊ വീണ്ടും അതേ അർത്ഥമല്ലേ വരുന്നത്. അടുത്ത് നിങ്ങൾ നോക്കിയേ, ദുർഗ ആസ്ക്ഡ് അപ്പു ടു വാച്ച് ഇഫ് മദർ വാസ് കമ്മിങ്. ദുർഗ അപ്പുവിനോട് പറയാ അമ്മ വരുന്നുണ്ടോ നീ വാച്ച് ചെയ്യാൻ. ഓക്കെ, ഇതേ അർത്ഥമാണല്ലോ ഇതിനും. നോക്കിയേ, യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. അതായത് പുറകിലത്തെ വാതിൽ നീ അവിടെ നിൽക്കണം, അവിടെ നിന്ന് നോക്കണം അല്ലെ? അപ്പൊ സെയിം അർത്ഥമാണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ദീപു പ്രോമിസ്ഡ് അപ്പു സം എക്സ്ട്രാ മാംഗോ സ്ലൈസസ്. ദീപു പറഞ്ഞു, ദുർഗ പറഞ്ഞു അപ്പുവിനോട് ഞാൻ ഇനി കുറച്ച് മാംഗോ സ്ലൈസും കൂടി നിനക്ക് തരാം. ഓക്കെ, സെയിം അർത്ഥമല്ലേ ഇതിനും വരുന്ന. നോക്കി, ഐ വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. നീ ഇത് ചെയ്യുവാണെങ്കിൽ നിനക്ക് ഒരു എക്സ്ട്രാ സ്ലൈസ് ഞാൻ തരാം. സെയിം അർത്ഥമാണ് അല്ലേ? നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദുർഗ ആസ്ക്ഡ് അപ്പു ടു ബ്രിങ് ദ ഓയിൽ ആൻഡ് സോൾട്ട് ഫാസ്റ്റ്. ദുർഗ പറഞ്ഞു അപ്പുവിനോട് ഓയിലും എണ്ണയും അതുപോലെ ഉപ്പും പെട്ടെന്ന് കൊണ്ടുവരാൻ. അപ്പൊ അതേ അർത്ഥം വരുന്ന ഏതാണ്? റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ് അല്ലെ? പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവരിക. സെയിം അർത്ഥമാണല്ലോ. അടുത്ത നോക്കിയേ, ദുർഗ എൻക്വയർഡ് അപ്പു അബൌട്ട് ഹർ മദർ. ദുർഗ അപ്പുവിനോട് ചോദിച്ചു അമ്മയെ കുറിച്ച്. അത് എവിടെയാ? ഈസ് മാ ബാക്ക് ഫ്രം ദ ഘാട്ട് യെറ്റ്. സെയിം അർത്ഥമാണ്, അമ്മ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദുർഗ ആസ്ക്ഡ് അപ്പു ടു ബ്രിങ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് ഓയിൽ. ദുർഗ അപ്പുവിനോട് പറയാം ഇച്ചിരി ഉപ്പും ഇച്ചിരി എണ്ണയും കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ അതേ അർത്ഥം വരുന്ന ഏതാണ്? ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട്. അതായത് ഇച്ചിരി ഉപ്പ് ഇച്ചിരി എണ്ണയും കൂടി കൊണ്ടുവരുമോ. ഓക്കെ, സോ സെയിം അർത്ഥം വരുന്നതായിരുന്നു അല്ലെ? നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 5 നോക്കിക്കേ, നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വാട്ട് ഡു യു ഡു അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നോക്കിയേ, രാജ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആ സ്റ്റോറി രാജയുടെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സ്പ്ലനേഷനിൽ നല്ല രസകരമായിട്ട് നമ്മൾ ചെയ്തൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? അപ്പൊ രാജയുടെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രാജയുടെ വീട്ടിൽ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ താമസം, അവരുടെ അവൻ ജീവിക്കുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പറ്റത്തില്ലായിരുന്നു, അപ്പൂപ്പൻ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലെ? പുറത്തു പോയി കളിക്കാൻ കഴിയത്തില്ല, അവൻ ഗാർഡനിലും അവന്റെ വീട്ടിലുമായിട്ടായിരുന്നു അവൻ തന്നെ കളിക്കുന്നത് അല്ലെ? അവിടെയുള്ള മൃഗങ്ങളോടും ആ ഗാർഡനിലുള്ള പക്ഷികൾ അതൊക്കെയായിരുന്നു അവന്റെ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഡു യു ഹാവ് എനി ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത്. നിങ്ങൾക്ക് കളിക്കാൻ കൂട്ടുകാരുണ്ടോ?
ഹൗ ഡു യു മാനേജ് യു ടൈം അറ്റ് ഹോം ഡ്യൂറിങ് ദിസ് സീസൺ? ഈ ഒരു സീസണിൽ, ഈ ഒരു അവധിക്കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ ടൈം പാസിന് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ലിവ് വിത്ത് മൈ പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ്. ഞാൻ എൻ്റെ പേരൻസിനോടും അതേപോലെ ഗ്രാൻഡ് പേരൻസിനോടും ഒപ്പമാണ് ജീവിക്കുന്നത്. ഐ ഹാവ് എ സിസ്റ്റർ. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ബ്രദർ ആണുള്ളതെങ്കിൽ ബ്രദർ എന്ന് ചേർക്കാം. ഓക്കെ, we both plays together most of the time. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കളിക്കും. ഓക്കെ, there are children in my neighborhood too. എൻ്റെ അയൽവക്കത്ത് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ but like Raja's grandfather, my grandparents don't allow me to go out and play with them. പക്ഷെ രാജയുടെ അപ്പൂപ്പനെ പോലെ തന്നെയാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്ത് ചെയ്യാറില്ല? പുറത്തുപോയി അവരോടൊപ്പം കളിക്കാൻ സമ്മതിക്കാറില്ല. There is ample space in and around our home. ഞങ്ങളുടെ വീടിന് ചുറ്റും വീട്ടിനുള്ളിലും കളിക്കാൻ നല്ല സ്ഥലമുണ്ട്. So my sister and me play indoor and outdoor together. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യാം? ഞങ്ങൾ അകത്തും പുറത്തും ഒരുമിച്ച് കളിക്കും. We enjoy playing, singing, drawing, coloring, watching cartoons and so on and on. ഞങ്ങൾ ഒരുമിച്ച് കളിക്കും, പാട്ട് പാടും, ഡ്രോ ചെയ്യും, കളർ ചെയ്യും, കാർട്ടൂൺ കാണും, അങ്ങനെ നല്ല രസമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ ബ്രദർ ആണോ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അയൽവക്കത്തുള്ള കുട്ടികളോട് കളിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടോ അടുത്തത്, അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 6 എന്താ പറഞ്ഞിരിക്കുന്നത്? മേക്ക് ആൻ അഡ്വർടൈസ്മെന്റ്. നമുക്കൊരു പരസ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നമുക്കൊരു കാറ്റ് മിസ്സിങ്ങിന്റെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. പൂച്ചയെ കാണാനില്ല. ഓക്കെ, സോ അത് ആ പൂച്ച എങ്ങനെയാണ് കാണാന്, പൂച്ചയുടെ പേരെന്താണ്, എന്നാണ് പൂച്ചയെ കാണാതായത്, ഓക്കെ, പൂച്ചയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ആരെങ്കിലും കണ്ടെത്തുവാണെങ്കിൽ ഈ നമ്പറിൽ ഇൻഫോം ചെയ്ത് അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മിസ്സിംഗ് ഡോഗിനെ കുറിച്ച് നിങ്ങൾ ഇതുപോലെ ഒരു അഡ്വർടൈസ്മെന്റ് എഴുതാനാണ്. സോ അഡ്വർടൈസ്മെന്റ് നമ്മൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ പിക്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഡ്വർടൈസ്മെന്റ് ആ ഡോഗിന്റെ പിക്ചർ വെക്കണം. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്ത് എഴുതും? ഡോഗ് മിസ്സിംഗ് അല്ലേ, പട്ടിയെ കാണുവാനില്ല. My pet dog named Jack is missing since last Tuesday. കഴിഞ്ഞ ചൊവ്വ തൊട്ട് കാണുവാനില്ല. It is a 2-year-old Pomeranian dog with full of white fluffy personality. 2 വയസ്സുള്ള നല്ല വെളുത്ത പൂടയൊക്കെയുള്ള ഒരു നായയാണ്. There is a black belt around its neck. ഒരു കറുത്ത ബെൽറ്റ് ഉണ്ട് അതിന്റെ കഴുത്തിന്. അതുപോലെ those who find the dog please inform. അതായത് ആർക്കെങ്കിലും ഈ ഒരു നായ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് അത് പറയുക എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അത്ര സിമ്പിൾ ആണ്, കണ്ടോ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഉള്ള ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7 ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വാട്ട് ഡിഷ് ക്യാൻ യു മേക്ക്? നോക്കിക്കേ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചിരിക്കുന്നു. ഓക്കെ, മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ഡിഷ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇറ്റ്. അതായത് നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ ആ ഡിഷ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചായ എങ്ങനെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ മുട്ട പൊരിക്കുന്നത്, എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഷിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് നിങ്ങൾക്ക് അത് ഇവിടെ എഴുതി ചേർക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചെറുതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കും. ഇത് ഇച്ചിരി ലെങ്തി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ചായയോ മുട്ട പൊരിക്കുന്നതോ അല്ലെങ്കിൽ എന്താണോ അറിയാവുന്നത്, നൂഡിൽസ് ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം. ഓക്കെ, ഇപ്പൊ നോക്കി മേക്കിംഗ് എ രസം, അതിന് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പുളി വെള്ളത്തിലിടുക, എന്നിട്ട് നോക്കി അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വേണം, പിന്നെ എന്താ പാനില് ഓയിൽ ചൂടാക്കണം, കടുക് പൊട്ടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അത്ര എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ലാസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ് ചൂടോടെ സെർവ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് നിങ്ങളിവിടെ എഴുതി ചേർക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 8 എന്താ പറയുന്നത്? ഹൂ സെഡ് ഇറ്റ്, അതായത് ആരാണ് പറഞ്ഞിരിക്കുന്നത്. കോളം എയും ഉണ്ട്, കോളം ബിയും ഉണ്ട്. ഓക്കെ, സോ നോക്കിയേ, കോളം എയിൽ നമുക്ക് മദർ, ഫാദർ, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് സിസ്റ്റർ, ഫെയറിയും, പ്രിൻസും, സെർവൻസും ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് മൊത്തം മിസ്മാച്ച് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് മാച്ച് ചെയ്യണം. ഓക്കെ, മദർ എന്താണ് ബിയിൽ നിന്ന് പറഞ്ഞത്? നോക്കിയേ, മദർ എന്തായിരിക്കും പറഞ്ഞത് അത് നിങ്ങൾ എഴുതണം. ഫാദർ എന്താണോ പറഞ്ഞത്? മദർ എന്ത് പറഞ്ഞു? മോളെ നീ നല്ല ദൈവവിശ്വാസി ആയിരിക്കണം, നല്ലൊരു കുട്ടിയെ ജീവിക്കാൻ അമ്മ പറഞ്ഞു അല്ലേ. അപ്പൻ എന്താ പറഞ്ഞത്? ഇതാണ് നിന്റെ പുതിയ അമ്മയും നിന്റെ പുതിയ സിസ്റ്റേഴ്സും. സ്റ്റെപ്പ് മദർ എന്ത് പറഞ്ഞു? സ്റ്റെപ്പ് മദർ പറഞ്ഞതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ത് പറഞ്ഞു? അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററൊക്കെ നല്ല രീതിയിൽ ഈ കഥയെല്ലാം ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, സോ പിന്നെ ഫെയറി എന്താണ് പറഞ്ഞത്? ആ മലാഖ പറഞ്ഞതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിൻസ് എന്ത് പറഞ്ഞു? രാജകുമാരൻ പറഞ്ഞ കാര്യമാണ്, അതിന് നേരെ എഴുതുക. ഓക്കെ, സോ സെർവൻസ് എന്ത് പറഞ്ഞു? വേലക്കാർ, അവിടുത്തെ ജോലിക്കാർ എന്തായിരുന്നു പറഞ്ഞത്?
അത് ഞാൻ ലാസ്റ്റ് എഴുതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾക്ക് സ്റ്റോറി അറിയുന്നതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നോക്കിക്കേ, ആക്ടിവിറ്റി കാർഡ് 9 പറഞ്ഞിരിക്കുന്നത് ക്രോസ് വേർഡ് പസിൽ ആണ്. ഓക്കെ, ഈ പസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, നമുക്ക് സിൻഡ്രല്ല ചാപ്റ്ററിലെ വേർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് കുറെ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന വാക്കുകൾ ആ ചാപ്റ്ററിലുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിന്റെ വേർഡ്സ് മീനിങ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. നോക്കിക്കേ, ഹാവിങ് ഓർ ഷോയിങ് എ ഡീപ് റെസ്പെക്ട് ഫോർ ഗോഡ് ആൻഡ് റിലീജിയൻ, അതായത് ദൈവത്തോടും ആത്മീയത റിലീജിയസ് ആയിരിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? പയസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇനി ഇവിടെ നോക്കി നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. എക്രോസ് എന്നുണ്ട്, ഡൗൺ എന്നുണ്ട്. ശ്രദ്ധിച്ചോ, എക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറുകെ പോകുന്നത് കണ്ടോ, ഇങ്ങനെ കുറുകെ പോകുന്ന കണ്ടോ. എക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ പോകുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് 3, 5, 7, 8, 10 ഇതെല്ലാം എക്രോസ് ആണ്. അതായത് മൂന്നാമത്തെ ആൻസർ എന്താണ്? പയസ് എന്നാണ്. അഞ്ചാമത്തെ ടു ഡ്രസ് ഇൻ എ ഫാൻസി മാനർ എന്താണ്? ഡയമണ്ട് എന്നാണ്. ഓക്കെ, ഏഴാമത്തെ ടു ലീവ് എ പ്ലേസ് ക്വിക്ലി ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് പോസിബിൾ ഡേഞ്ചർ. ഏഴാമത്തെ ആൻസർ എവിടെയാണ്? കുറുകെ 7 ദാണ്ട് ഇവിടെ ഫ്ലീ കണ്ടോ. എട്ടാമത്തെ എ ലാർജ് ഫോർമൽ പാർട്ടി വിച്ച് ഇൻക്ലൂഡ് ഡാൻസിങ്. ഓക്കെ, എട്ടാമത്തത് കുറുകെ ഇതാണ് അല്ലേ, ബോൾ. ഓക്കെ, ഇനി നോക്കിയ പത്താമത്തത് ബ്രിക്ക് ഓർ സ്റ്റോൺ ലൈൻ ഫയർ പ്ലേസ്. അത് ഏതാണ്? പത്താമത്തത് ഹെർത്ത്. നമുക്ക് സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഡൗൺ എന്ന് പറയുമ്പോൾ താഴോട്ട് വരുന്നത് കണ്ടോ, താഴോട്ട് അല്ലേ. ഇതൊക്കെ നോക്കിയേ, താഴോട്ടല്ലേ പോയേക്കുന്നത്. താഴോട്ട് പോയേക്കുന്ന നമ്പേഴ്സ് ആണ് 1, 2, 4, 6, 9. 1ല് to walk slowly with difficulty because one leg is injured. ആ അർത്ഥം വരുന്നത് ഏതാണ്? ലീപ്പ് എന്നാണ്. ഓക്കെ, രണ്ടാമത് to manage to do despite difficulties. അതെന്താണ്? contrive എന്നാണ്. ഓക്കെ, നാലാമത്തത് a small soft piece of frozen water that falls from the sky at snow. അതേതാണ്? സ്നോ സ്ലൈഡ് ആണ്. ഓക്കെ, കണ്ടോ. അടുത്ത ആറാമത്തത് to stand, sit or move in a lazy manner. അതാണ് സ്ലൗച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒമ്പതാമത്തെ ഏതാണ്? A piece of cloth used to wrap the dead person before burial. അതാണ് shroud. Okay, next activity നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 10 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അനൗൺസ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ അനൗൺസ്മെന്റ്. നമുക്ക് ഈ അനൗൺസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അതിനുള്ള വേർഡ്സ് തന്നിട്ടുണ്ട്. സോ നോക്കിയേ, all here there shall be held എന്തായിരിക്കും ഇവിടെ? റോയൽ ബോൾ ആണ്. ഓക്കെ, ടുമോറോ ഈവനിങ് അറ്റ് ദ എവിടെയാണ് നടക്കുന്നത്? റോയൽ ബോൾ നടക്കുന്നത് റോയൽ പാലസിലാണ്. ഓൾ യങ് ഗേൾസ് എല്ലാ ചെറുപ്പക്കാരിയായ പെൺകുട്ടികളും ഇൻ ദ കിങ്ഡം ഈസ് അറ്റൻഡ്. ഇവിടെ നോക്കിക്കേ, ഈ സെയിം വാക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇവിടെ ഈ കോളത്തിന്റെ ആവശ്യമില്ലായിരുന്നു, അതൊരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് ഇവിടെ അറ്റൻഡ് എന്നാണ്, ഇവിടെ ഓൾറെഡി ഉള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും എഴുതുന്നത്. അടുത്ത് നോക്കി, എന്താണ്? പ്രിൻസ് ആണ് ചൂസ് ചെയ്യുന്നത് ബ്രൈഡിനെ. അവിടെ കൂടിയിരിക്കുന്ന അസംബിൾ ചെയ്യുന്ന യങ് ലേഡീസിന് ആര് ചൂസ് ചെയ്യും ബ്രൈഡിനെ? കിങ്, നമ്മുടെ രാജകുമാരൻ ചൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 11 നമുക്ക് പറയുന്നത് സീക്വൻസ് ദ ഈവെന്റ്സ്. നോക്കിക്കേ, നമുക്ക് ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഇതിൽ ഏതാണോ നടന്നത്, രണ്ടാമത് ഏതായിരുന്നു സീക്വൻസ്, അതെങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതുക, ഓർഡർ ആയിട്ട് എഴുതുക, ഡിസോർഡർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു. ഓക്കെ, സിൻഡ്രല്ല എന്ത് ചെയ്യുക? സിൻഡ്രല്ല ടോൾഡ് ഹർ ഫ്രണ്ട്സ് അബൌട്ട് ദ ഫെയറി ആൻഡ് എ മാജിക്. അതായത് സിൻഡ്രല്ലയുടെ കൂട്ടുകാരിയോട് മാലാഖയെ കുറിച്ചും ആ മാജിക്കിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഓക്കെ, സോ അതൊന്നും ഓർഡറിലല്ല പറഞ്ഞേക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. ഓക്കെ, സോ ആദ്യം എന്താ സംഭവിച്ചത്? when the stepmother and daughter, when I felt sad and I started weeping. അതിനുശേഷം സംഭവിച്ചെന്തായിരുന്നു? suddenly a fairy appeared in front of me. പെട്ടെന്നൊരു ഫെയറി, ഒരു മാലാഖ എന്റെ മുൻപിൽ വന്നു. അവര് പറഞ്ഞു, അവര് ഫെയറി ഗോഡ് മദർ ആണെന്ന് എന്നോട് പറഞ്ഞു. അവരെനിക്ക് പ്രോമിസ് തന്നു എന്നെ ബോളിന് കൊണ്ടുപോകുന്ന. പിന്നെ അവരെന്നോട് പറഞ്ഞു ഒരു പംകിൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ ഫെയറി ക്വീൻ എന്ത് ചെയ്തു? പംകിന്റെ മേളില് മാജിക് വാണ്ട് കറക്കിയപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ റെഡ് കോച്ചായി മാറി. പിന്നെന്ത് ചെയ്തു? ആ ഫെയറി എലികളെ എന്ത് ചെയ്തു? 6 വെള്ള കുതിരകളാക്കി മാറ്റി. അതിനുശേഷം ഫെയറി എന്ത് ചെയ്തു? പല്ലികളെ ഫൂട്ട്മെൻ, കാലാളുകളാക്കി മാറ്റി. ആൻഡ് ഫൈനലി അവസാനം ഫെയറി എന്റെ അഴുക്ക ഡ്രസ്സ്, തുണിയെല്ലാം റാക്സ് എന്ത് ചെയ്തു? ബ്യൂട്ടിഫുൾ ക്ലോത്ത് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് ആക്കി മാറ്റി. സോ അങ്ങനെ നമുക്കത് ഓർഡറിൽ എഴുതാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 12 എന്താ പറയുന്നത്? അറ്റ് ദ ബോൾ. ഓക്കെ, ബോളിൽ എന്തൊക്കെയാണെന്ന് ആ ഫംഗ്ഷനിൽ നടന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോരുത്തർ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അവരുടെ തോട്ട്സ് ആണ് തന്നിരിക്കുന്നത്, അവരുടെ ചിന്തകൾ. ഓക്കെ, കോർട്ടിയർ, അതായത് ആ രാജാവിന്റെ ആ പാലസിലുള്ള കോർട്ടിയർ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഈസ് ദർ സച്ച് എ ചാർമിംഗ് ബ്യൂട്ടി ഉണ്ട്, ഇത്രയും മനോഹരമായ സ്ത്രീ ഉണ്ടോ ഈ ഭൂമിയിൽ എന്നായിരിക്കും ചിന്തിച്ചത് അല്ലേ. അടുത്തത് പ്രിൻസ് എന്തായിരിക്കും ചിന്തിച്ചത്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി ഷീ ഈസ്, ഐ കനോട്ട് ബിലീവ് മൈ ഐസ്
എന്നായിരിക്കും ചിന്തിച്ചത്. സ്റ്റെപ്പ് മദർ എന്തായിരിക്കും ചിന്തിച്ചത്? Who may be that? Her face is similar. Her face is familiar, but I cannot remember where I met her. അതായത് ആരായിരിക്കും അത്? എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ആരാണെന്ന്. അതായിരിക്കും അല്ലേ സ്റ്റെപ്പ് മദർ ചിന്തിച്ചിട്ടുണ്ടാവുക. അടുത്ത എന്തായിരിക്കും സിൻഡ്രല്ല ചിന്തിച്ചിട്ടുള്ള? വാവ് ഗ്രേറ്റ്, വാട്ട് എ ബിഗ് പാലസ്. ഓ എത്ര വലിയ പാലസ് ആയത്, കൊട്ടാരം. അങ്ങനെ ആയിരിക്കും അല്ലേ സിൻഡ്രല്ല ചിന്തിച്ചത്. അടുത്ത നോക്കി അവിടെ കൂടിയിരിക്കുന്ന നോക്കി അവർ രണ്ടുപേരും എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? അവളുടെ ഗൗൺ നോക്കി എന്ത് രസമാണ് കാണാൻ അല്ലേ. അപ്പൊ അവൻ എന്തായിരിക്കും പറയുന്നത്? നല്ല അടിപൊളി ജോഡിയാണ്, അവര് മാച്ചിങ് പെയറാണെന്നായിരിക്കും ആള് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അടുത്ത സ്റ്റെപ്പ് മദർ ലാസ്റ്റിൽ എന്തായിരിക്കും ചിന്തിക്കുക? ഐ എം ഷ്യൂർ ദ പ്രിൻസ് വിൽ ചൂസ് ഹർ ആസ് ഹിസ് ബ്രൈഡ്. എനിക്ക് ഉറപ്പുണ്ട് മിക്കവാറും പ്രിൻസ് ഈ പെണ്ണിനെ തന്നെ ബ്രൈഡായിട്ട് ചൂസ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ചിന്തകൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആരൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് കരുതി അത് ഓർത്ത് നിങ്ങൾ അവിടെയൊക്കെ ഫിൽ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 13 ക്രോസ്വേർഡ് പസിൽ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, നമുക്ക് അക്രോസും ഉണ്ട് ഡൗണും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, അക്രോസ് എ ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഓർ ബീസ് മൂവിങ് അറൌണ്ട് ടുഗദർ. ഈച്ചകൾ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? സ്വൂപ്പ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, എസ് കൊണ്ട് തുടങ്ങുന്ന 5 അക്ഷരമുള്ള വാക്കാണ് സ്വൂപ്പ്. ഓക്കെ, ടു ബൈറ്റ് സംതിങ് ഹാർഡ്, ഭയങ്കരമായിട്ട് കട്ടിക്ക് നമ്മളിങ്ങനെ കടിക്കുന്നതിന് എന്താണ്? നോ എന്നാണ് പറയുന്നത്. ജി കൊണ്ട് തുടങ്ങുന്ന 4 അക്ഷര വാക്ക്. suitable to be eaten നമ്മൾ എന്ത് പറയും? edible എന്ന് പറയും. ഓക്കെ, ഈ കൊണ്ട് തുടങ്ങുന്ന 6 അക്ഷരമുള്ള വാക്ക്. to move suddenly forward in order to attack or catch something, അതായത് പെട്ടെന്ന് നമ്മൾ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്നതിന് എന്താ പറയുന്നത്? പൗൺസ് എന്നാണ് പറയുന്നത്. എക്രോസ് എന്ന് പറയുമ്പോൾ അറിയാലോ എവിടെ പൗൺസ് എവിടെ എഴുതുന്നത്? ഇവിടെ പൗൺസ് എന്ന് എഴുതണം. ഓക്കെ, അടുത്ത് നോക്കി 12 എന്താണ്? 12ാമത്തെ എന്താ എഴുതേണ്ടത്? ടു കീപ് an animal or a plant alive and healthy with food etc. അതായത് നോറിഷ് എന്ന് എവിടെ എഴുതും? 12ാമത്തത് ഇവിടെ ഇങ്ങനെ കുറുകെ ഇങ്ങനെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡൗൺ, താഴോട്ട് എന്തൊക്കെ എഴുതാനുള്ളത്? ഫസ്റ്റ് വൺ എന്താണ്? ബാഡ് ബിഹേവിയറിനെ കുറിച്ച് എന്താണ്? ഡിസ്ഗ്രേസ് ആണ്. അത് നമ്മൾ എവിടെ എഴുതും? ഡിസ്ഗ്രേസ് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ ലൗഡ് അൺപ്ലസന്റ് നോയ്സ്, അതിനെ റാക്കറ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ സെക്കൻഡ് വൺ എവിടെ എഴുതുന്നത്? ഇവിടെ റാക്കറ്റ് എന്ന് നിങ്ങൾ ഇവിടെ എഴുതണം. അടുത്ത 4ാമത്തത് ലൗഡ് ആൻഡ് റഫ് സൗണ്ട്, റോഷ്യസ് എന്ന് പറയും. 4ാമത്തത് എവിടെയാ? ഇവിടെ നിങ്ങൾ എന്താണ്? റോഷ്യസ് എന്ന് എഴുതണം. ഓക്കെ, 6ാമത്തെ ടു ഹോൾഡ് ഓൺ ടൈറ്റ്ലി, മുറുകെ പിടിക്കുക. അതിൽ നമ്മൾ എവിടെ എഴുതും? ഇവിടെ ക്ലിങ് എന്നാണ് പറയുന്നത്. 6ാമത്തെ എവിടെ എഴുതും? ക്ലിങ് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, അടുത്ത 7ാമത്തത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ. ടു മേക്ക് എ ഷോർട്ട് ഷാർപ്പ് cheerful സൗണ്ട് ആസ് ഓഫ് സ്മോൾ ബേർഡ്സ്, കൊച്ചു കിളികളെ ശബ്ദം ഉണ്ടാക്കുന്ന നമ്മൾ എന്ത് പറയും? ചിർപ്പ് എന്ന് പറയാം. അത് എവിടെ എഴുതണം? ഇവിടെയാണ് ചിർപ്പ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, 8ാമത്തത് ടു ലാൻഡ് ആൻഡ് സ്റ്റേ ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു മരത്തിൽ വന്ന് ഇങ്ങനെ തങ്ങി ഇങ്ങനെ ഇരിക്കുന്നതിനാണ് എന്താ പറയുന്നത്? പെർച്ച് എന്നാണ് പറയുന്നത്. 8ാമത്തെ എവിടെ? ഇവിടെ അല്ലേ, പെർച്ച് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ 9ാമത്തത് അല്ലേ. 9ാമത്തേൽ എന്താ എഴുതേണ്ടത്? the inner edible part of a nut especially once the hard shell has been removed. അകത്ത് ഒരു നട്ടിന്റെ അകത്ത് നമ്മൾ കഴിക്കുന്ന ഭാഗത്ത് എന്താ പറയുന്നത്? കെർണൽ എന്നാണ് പറയുന്നത്. അത് ഇവിടെ എഴുതുക. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 14 നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ. ഓക്കെ, പ്രൊഫൈൽ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്ന? ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കൊരു പ്രൊഫൈൽ ഇവിടെ എഴുതുക. അതിനെന്താ ഒരുപാടും ഇല്ല. നോക്കി, നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നാണ് ജനിച്ചിരുന്നത്, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ മകള്, അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്, മരിച്ചത് എന്നായിരുന്നു, നോട്ടബിൾ വർക്ക്സ്, അറിയപ്പെട്ട വലിയ വർക്ക്സ് എന്തൊക്കെ എഴുത്തുകളൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതും? ഇവിടെ എങ്ങനെ എഴുതിക്കുന്നത്? ഇത് നടന്ന കാര്യമാണ് അല്ലേ. ആ ആളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ്? വാസ് എന്ന പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഇത് പ്രൊഫൈൽ എപ്പോഴും എഴുതുന്നത്. ഓക്കെ, സോ ഓരോ സെന്റൻസ് ആയിട്ട് നമ്മൾ ഈ ഓരോ പോയിന്റുകൾ എഴുതണം. ഓക്കെ, ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ, എന്നാണ് ജനിച്ചത്, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് എഴുതാം? ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഹി ആണ്. ഓക്കെ, ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് കണ്ട് എന്ത് എഴുതാം? ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ചാച്ചാജി അല്ലേ. പിന്നെന്താ? നെഹ്റു മാരീഡ് കമല ആൻഡ് ഇന്ദിരാഗാന്ധി was their only child. She was the former prime minister of India. ഞാൻ ഓരോ പോയിന്റ് എന്ത് ചെയ്തു? ഓരോ സെന്റൻസ് ആക്കി എഴുതിയേക്കും. ഓക്കെ, ഹിസ് നോട്ടബിൾ വർക്ക്സ്, ഞാൻ ഇവിടെ ഹീയും ഹിസ്സും ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? യെസ്, ഇത് മെയിൽ ആണ് അല്ലേ. മെയിൽ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഹീ അല്ലേ യൂസ് ചെയ്യുന്നത്, ഹീയും ഹിസ്സും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഓക്കെ വാസ്, വേർ എന്നുള്ള വാക്കുകൾ, പാസ്റ്റ് ടെൻസ് ഉള്ള വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, സോ ഹി ഡൈഡ് ഓൺ, മരിച്ചത് എന്തായിരുന്നു? 27 മെയിലായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രൊഫൈല് തയ്യാറാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി കാർഡ് 15 നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്താണ്? എയും ബിയും 2 കോളം തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ, എയില് അതേ അർത്ഥം വരുന്ന സെന്റൻസ് ലൈനുകൾ നമ്മൾ ഈ ബിന്ന്
ഇവിടുന്ന് നോക്കി എഴുതുക. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോയം നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോയമാണ് ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ അല്ലേ. അപ്പം ഇതേ അർത്ഥം വരുന്ന വരികൾ എവിടെയാണോ ഉള്ളത് അത് നോക്കി ഇവിടെ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദ മൗണ്ടൻ തിങ്സ് ദാറ്റ് ദ സ്ക്വിറൽ ഈസ് സില്ലി. മൗണ്ടൻ വിചാരിക്കുക ഈ അണ്ണാൻ ഒരു സില്ലി ആണ്. അപ്പൊ അതിന്റെ അർത്ഥം വരുന്ന സെന്റൻസ് എന്താണ്? ആ ലൈൻ ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ദ മൗണ്ടൻ ഇസ് പ്രൗഡ് ഓഫ് ഇറ്റ്സ് ഹ്യൂജ് സൈസ്. അതിന്റെ സ്വന്തം സൈസ്, ആ വലിയ സൈസ് കാരണം ആ മൗണ്ടന് അഹങ്കാരമായിരുന്നു. അതെവിടെയാ കാണാനുള്ളത്? ഈ ഒരു ലൈൻ വായിക്കുമ്പോഴല്ലേ. നെക്സ്റ്റ് വൺ, മെനി സീസൺസ് ആർ നീഡഡ് ടു കംപ്ലീറ്റ് ദ സൈക്കിൾ ഓഫ് ഇയർ. ഒരുപാട് സീസൺസ് വേണം യെസ് ഒരു വർഷം പൂർത്തിയാക്കാൻ. ഒരുപാട് കാലാവസ്ഥകൾ അല്ലേ, ഒരുപാട് കാലങ്ങളിലൂടെ അല്ലേ കടന്നു പോകുന്നത്. എവിടെ എഴുതിയിട്ടുണ്ട് നോക്കി, ഇവിടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കി ഇവിടെ നമുക്ക് വെതറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, വെതറിനെ കുറിച്ച്. നെക്സ്റ്റ് വൺ നോക്കി എന്താ പറയുന്നത്? മെനി തിങ്സ് ആർ നീഡഡ് ടു മേക്ക് അപ്പ് ദിസ് വേൾഡ്. ഈ ലോകം ഉണ്ടാകുന്ന എങ്ങനെ? ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ലോകം തന്നെ ഉണ്ടാകുന്നത്. ലോകത്തെ കാണിക്കുന്ന ഏത് ലൈനാ? സ്പിയർ എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, എന്താണ് സ്പിയർ എന്ന് ഉദ്ദേശിക്കുന്ന ലൈൻ ആണ്. നെക്സ്റ്റ് വൺ, യു മേ ഹാവ് യുവർ ഓൺ എബിലിറ്റീസ് ആൻഡ് ഐ ഹാവ് മൈ ഓൺ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കാണും, എനിക്ക് എന്റേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് ഏത് വരിയാണ്? ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്, അതുപോലെ ക്രാക്ക് എ നട്ടുമാണ് അല്ലേ. അടുത്ത് നോക്കി, ടാലൻസ് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഓരോ ആളുകളിൽ നിന്നും ടാലൻസ് കഴിവുകൾ വ്യത്യാസമാണ് അല്ലേ. അതേത് ലൈനാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 16. ഇവിടെ നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? മേക്ക് ആൻ അനൗൺസ്മെന്റ്. നമുക്കൊരു അനൗൺസ്മെന്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ട്. ഈ നോട്ടീസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കണം. സോ അനൗൺസ്മെന്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഫോർ ദ അറ്റൻഷൻ ഓഫ് എവ്രി വൺ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്തിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ആണ്? ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഗവൺമെന്റ് HS പാനൂരിൽ. ഏത് ടോപ്പിക്കാണ്? ഓൺ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന ടോപ്പിക്കിൽ. ഓക്കെ, എന്നാണത്? 12 ഫെബ്രുവരി 2021 10 മണിക്ക്. ഓക്കെ, അത് എവിടെയാണ് നടത്തുന്നത്? സ്കൂൾ ലൈബ്രറി ഹാളിലാണ്. അതുപോലെ നടത്തുന്ന PTA പ്രസിഡന്റ് KK എബ്രഹാമും ഇനാഗ്രേറ്റ് ചെയ്യുന്നത് MLA ശ്രീ ശ്യാം പ്രസാദുമാണ്. ഓക്കെ, പേപ്പർ പ്രസന്റേഷൻ നടത്തുന്നത് ആരാണ്? എൻവയറൺമെന്റൽ സയന്റിസ്റ്റ് KT റഹീമാണ്. സോ എല്ലാവരും അതിന് ക്ഷണിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം? ഇതുപോലെ ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കാം. ഈ കൊടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തേക്കാണ്? ഓരോ സെന്റൻസ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ എന്താ? കറക്റ്റ് ദെയർ കോൺവെർസേഷൻ. ഇവരുടെ സംഭാഷണത്തിൽ എന്തൊക്കെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്, നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളെ തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടെൽ ഗ്രാൻഡ് ഫാദർ മീ എന്നല്ല വരേണ്ടത്. എന്താ ഇവിടെ വരേണ്ടത്? ടെൽ മീ ഗ്രാൻഡ് ഫാദർ എന്നാണ് വരേണ്ടത്. ഓക്കെ, ഹാവ് എവർ യു ബ്രോട്ട് അല്ല, ഹാവ് യു എവർ ബ്രോട്ട് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ എന്താണെന്ന്? വേർ യു ഗ്രോ കോൺ എന്നല്ല, വേർ ഡിഡ് യു ഗ്രോ കോൺ എന്നാണ് വരേണ്ടത്. അടുത്ത് നോക്കിയേ, ഓൾ ലിവിംഗ് തിങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദി എർത്ത് ആണ് വരേണ്ടത് അല്ലേ. സോ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ മിസ്റ്റേക്കുകൾ തിരുത്താൻ. ഓക്കെ, സോ ഇതിലൂടെ നമ്മുടെ ഈ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് ഇംഗ്ലീഷ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഓക്കെ, സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.